അമ്മയായി 6 മാസത്തിനകം മകൻ മസ്തിഷ്ക രോഗിയാണെന്നറിയുക. അവന്റെ ചികിത്സകളുമായി നെട്ടോട്ടമോടുമ്പോൾ ആണ്ടുകൾക്കകം താൻ അന്ധയാകുമെന്നറിയുക. ഈ ദുർവിധി നേരിടുന്ന യുവതി എന്തു ചെയ്യും? ജാസ്മിൻ ചെയ്തത് പൊരുതുകയാണ്. കോട്ടയത്തെ മേരിലാൻഡിൽ ജനിച്ചു. ഇക്കണോമിക്സിൽ ബിരുദമെടുത്തു. സ്വന്തം സംരംഭം തുടങ്ങണമെന്ന് നിശ്ചയിച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും ഹോം സയൻസും പഠിച്ചു. ആ മോഹങ്ങളോടെ ഇടുക്കിയിലെ തുടങ്ങനാട്ട് പലചരക്ക് കച്ചവടക്കാരനായ അജിയെ കല്യാണം കഴിച്ചു. ഓമൽ കിനാവുകൾ മധുരിതമാക്കിയ ജീവിതത്തിൽ അശനിപാതമേൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കൺമണി അഖിൽ സെറിബ്രൽ പാൾസി ബാധിതനാണ് എന്ന് സ്ഥിരീകരിച്ചു. മണിപ്പാൽ മുതൽ ചെന്നൈ വരെ ഓടി നടന്നു. കുഞ്ഞിനെ ചികിത്സിക്കുമ്പോൾ കാലം 2ാമത്തെ ആഘാതമേൽപ്പിച്ചു. ജാസ്മിന് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അതിനർത്ഥം പതിയെ പതിയെ ജാസ്മിൻ പൂർണ്ണമായും അന്ധയാകും എന്നതായിരുന്നു. വേളാങ്കണ്ണി പള്ളിമുറ്റത്ത് കണ്ട ഒരു മലയാളി പുരോഹിതനാണ് എന്തെങ്കിലും സംരംഭം തുടങ്ങൂ എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പക്കാരിയായി. അമ്മ പണ്ട് വീട്ടിലുണ്ടാക്കിയ കൂട്ട് ജാസ്മിനെ നയിച്ചു. ആ ചേരുവയിൽ തന്റേതായ മാറ്റം വരുത്തി നെയ്യപ്പമുണ്ടാക്കി അജിയുടെ കടയിൽ വെച്ചു. പിന്നെ ഉണ്ടായത് ചരിത്രം. അയ്യായിരത്തിനെ ഊട്ടിയ വേദപുസ്തകത്തിലെ 5 അപ്പം പോലെ ജാസ്മിൻ ഉണ്ടാക്കിയ 20 കൂട് അപ്പം കാലമേറ്റെടുത്തു. ഇന്ന് അൽഫോൻസാമയുടെ ഭരണങ്ങാനം പള്ളിയിലെയും തീർത്ഥാടന കേന്ദ്രത്തിലെയും നേർച്ചയപ്പമാണത്. ഒപ്പം മലബാറിലടക്കം 8 രൂപതകളിലെ പള്ളികളിലെ നൈവേദ്യ അപ്പവും. അഖിലിന്റെ അപ്പു എന്ന ഓമന പേരിൽ നിന്നാണ് അപ്പൂസ് ഫുഡ്സ് എന്ന വിളിപ്പേര് പിറന്നത്. ഇന്ന് അപ്പൂസ് വിളിപ്പേരിനും അപ്പുറമാണ്. അപ്പൂസ് ഇന്ന് വിജയിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡ്. ഇപ്പോൾ ജാസ്മിൻ പരിപൂർണമായും അന്ധ. പക്ഷേ ഇന്നും അപ്പത്തിന് മാവ് കുഴയ്ക്കുന്നതും വീട്ടുപണികൾ ചെയ്യുന്നതും ജാസ്മിൻ തന്നെ. കണ്ണ് കാണാതാകുമെന്ന് ഉറപ്പായപ്പോൾ കണ്ണുകെട്ടി ജോലി ചെയ്ത് ശീലിച്ചു. ഒരു ഡോക്ടറും പറഞ്ഞിട്ടല്ല അത് ചെയ്തത്. അന്ധതയെ അതിജീവിക്കാൻ സ്വയം കണ്ടെത്തിയ വഴി. അങ്ങനെ ജാസ്മിൻ തന്നെ വെല്ലുവിളിച്ച കാലത്തെ നോക്കി ചിരിക്കുന്നു. അൽഫോൻസാമയുടെ കഴിഞ്ഞ തിരുനാളാഘോഷ ദിവസങ്ങളിൽ 7 ലക്ഷം അപ്പമുണ്ടാക്കിയവരുടെ മൊണാലിസ ചിരി. ആ 10 ദിവസങ്ങൾ കൊണ്ട് 30ഓളം വീട്ടമ്മമാരിലേക്ക് 2 ലക്ഷം രൂപ കൂലിയായി എത്തിച്ച കാവൽ മാലാഖയുടെ ചിരി. നിത്യരോഗിയായ മകൻ കുടുംബാംഗങ്ങളായി മാറിയ ജോലിക്കാരികൾക്കൊപ്പം ഉല്ലാസ ജീവിതം നയിക്കുന്നത് കണ്ട മാതാവിന്റെ ചിരി.
തോരാ കണ്ണീര് തുടയ്ക്കേണ്ട കൈകൾ കൊണ്ട് പോയ വർഷം 75 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്തവളുടെ വിജയച്ചിരി. 3.5 കോടി മലയാളികൾക്ക് മുന്നിലേക്ക് വിളിച്ചു നിർത്തി പത്മശ്രീ ഭരത് മമ്മൂട്ടി ആദരിക്കുന്നു. കൈരളി ചെയർമാന്റെ ഇത്തവണത്തെ പ്രത്യേക പുരസ്കാരം അപ്പങ്ങളുടെ ഈ അമ്മയ്ക്ക്, ജാസ്മിൻ അജിക്ക്.